സ്വപ്നങ്ങൾ സാറിനോട് ചോദിക്കുന്നതിനേക്കാളും ചേച്ചിയോട് ചോദിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പുവിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒരമ്മ എന്നുള്ള നിലയിൽ, പിന്നെ ബേബി സാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇനിയുണ്ട്. സ്വപ്നങ്ങൾ സ്വന്തമായിട്ടും അമ്മ എന്നുള്ള രീതിയിലും വൈഫ് എന്നുള്ള രീതിയിലും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും. അതൊന്ന് പറയണം. ഈ സ്വപ്നങ്ങളില്ലാണ്ട് ജീവിതമില്ലല്ലോ, എല്ലാവർക്കും സ്വപ്നമുണ്ട്. അവൻ്റെ കരിയർ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇപ്പം ബേബി അവനൊരു ഡിഗ്രി എടുത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. അപ്പം അതനുസരിച്ച് അവൻ LLB ചെയ്തു. പക്ഷെ അവന് വക്കീലായി ജോലി ചെയ്യാൻ ഇപ്പോൾ താല്പര്യമില്ല. അപ്പം സംഗീതമാണ് അവൻ്റെ ജീവിതം. ഇപ്പോൾ തൽക്കാലം അവനൊരു ബാൻഡിൽ തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് അവർ 18 പേര് കൂടിയിട്ടുള്ള ഇപ്പോഴത്തെ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ബാൻഡ്. ഇൻഡിവിജ്വലി എനിക്ക് മകൻ ഒരു മാസം ശമ്പളം കൊണ്ടുവരുന്നൊരു ജോലി എടുക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്കുള്ളത്. കാരണം ഞങ്ങൾ രണ്ടുപേരും ആദ്യത്തിലൊക്കെ ഫ്രീലാൻസ്, ഇപ്പോൾ ബേബി ആയാലും പാർട്ടി അലവൻസിലുമുള്ള ഞങ്ങൾ ജീവിച്ചിരുന്നത്. പിന്നീട് ബേബി MP ആയി, MLA ആയി, അങ്ങനെയൊക്കെ നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ ആദ്യമൊക്കെ പാർട്ടി അലവൻസിൻ്റെ മുകളിൽ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ മോന് ഒരു നിശ്ചിത വരുമാനം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ബേബി അവൻ്റെ ഇഷ്ടം എന്താണോ അത് അവൻ നടത്തണം എന്നുള്ള ഒരു സജഷനാണ് ബേബി വെച്ചത്. അങ്ങനെ മോൻ പാട്ടിൽ താല്പര്യമായി അതിൽ പോകാൻ. ഇനി ബേബി സാറ് ഒരു മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ അഖിലേന്ത്യാ ഇതിനകത്ത് ഒരു നല്ലൊരു സ്ഥാനം കിട്ടണം, അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങൾ? ബേബി എന്നോട് എപ്പോഴും പറയാറുള്ളൊരു വാചകമുണ്ട്, ഞാനൊരു ബ്രാഞ്ച് സെക്രട്ടറി ആണെങ്കിൽ ആ ബ്രാഞ്ചായിരിക്കും ലോകത്തിലെ ഏറ്റവും നല്ല ബ്രാഞ്ച് എന്നാണ്. അപ്പോൾ അങ്ങനത്തെ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഞങ്ങൾക്കില്ല. സാധാരണ ഒരു കുടുംബം, അത്രയേ ഉള്ളൂ. അതിൽ ബേബിക്ക് ഏത് ഉത്തരവാദിത്വം വന്നാലും കൂടെ ഞങ്ങൾ നിൽക്കും. നമുക്ക് സ്വപ്നങ്ങൾ വെച്ചിട്ട് തന്നെ തീർച്ചയായിട്ടും ഒരു പാട്ട്. വയലാർ എഴുതി ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീതം നൽകിയിട്ടുള്ള സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ നല്ല പാട്ടുണ്ട്, ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ട്. നമുക്ക് എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനായിട്ട് ആ പാട്ട് അതെ ഒരു നിമിത്തമാവട്ടെ. ആ പാട്ട് സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഇന്ദ്രനീലം കൊണ്ടു മാനത്തു തീർത്തൊരു ഗന്ധർവരാജാങ്കണത്തിൽ, ഇന്ദ്രനീലം കൊണ്ടു മാനത്തു തീർത്തൊരു ഗന്ധർവരാജാങ്കണത്തിൽ, ചന്ദ്രിക പൊൻതാഴിക കൂടം ചാർത്തുന്ന ഗന്ധർവരാജാങ്കണത്തിൽ, ചന്ദ്രിക പൊൻതാഴിക കൂടം ചാർത്തുന്ന ഗന്ധർവരാജാങ്കണത്തിൽ, അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ നിങ്ങൾ, ചിത്രശലഭങ്ങൾ നിങ്ങൾ, സ്വർഗത്തിൽ നിന്നും വിരുന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഞാനറിയാതെൻ്റെ മാനസജാലക വാതിൽ തുറക്കുന്നു നിങ്ങൾ, ശില്പികൾ തീർത്ത ചുമരുകളില്ലാതെ ചിത്രമെഴുതുന്നു നിങ്ങൾ, 700 വർണ്ണങ്ങളാലത്ര വാർ
വർണ്ണവിധാനങ്ങൾ നിങ്ങൾ, വർണ്ണവിധാനങ്ങൾ നിങ്ങൾ. സ്വപ്നങ്ങൾ, സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ, സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നമുക്കിനി ഒരു ചെറിയ കുറച്ച് സിമ്പിൾ ചോദ്യങ്ങൾ, സാറിന് ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള റാപ്പിഡ് ഫയർ പോലത്തെ കുറച്ച് ചോദ്യങ്ങൾ. സാറിൻ്റെ ഇഷ്ടപ്പെട്ട നടൻ, ഇഷ്ടപ്പെട്ട സ്പോർട്സ്മാൻ, ഇഷ്ടപ്പെട്ട രാഷ്ട്രീയക്കാരൻ. ഇഷ്ടപ്പെട്ട നടൻ യഥാർത്ഥത്തിൽ മരിച്ചുപോയ ഒമർ ഷരീഫാണ്. ഇഷ്ടപ്പെട്ട സ്പോർട്സ് താരം പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേര്. ഒരുപോലെ റോജർ ഫെഡററും ലയണൽ മെസ്സിയും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ചെഗുവേരയാണ്. കാരണം രാഷ്ട്രീയ ഔന്നത്യത്തിലിരിക്കുമ്പോൾ ചുമതലകൾ ഭരണ നേതൃത്വം വേണ്ടെന്ന് വെച്ചിട്ട് ബൊളീവിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഗറില്ലാ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അധികാരസ്ഥാനങ്ങൾ അല്ല, ജനങ്ങൾക്കൊപ്പം നിന്നുള്ള പോരാട്ടമാണ് പ്രധാനം എന്നുള്ള വലിയൊരു സന്ദേശം നൽകുന്നു. 2 ആഡ് ഓൺ ചോദ്യങ്ങളോട് സാർ. ഇഷ്ടപ്പെട്ട വേറൊരു പാർട്ടിയിലെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, പിന്നെ ഇഷ്ടപ്പെട്ട നിറം ചുവപ്പല്ലാതെ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവ് എന്നുള്ള തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ എനിക്കുണ്ടെങ്കിലും ഞാൻ ബാരക് ഒബാമയെ ആദരിക്കുന്നു. ക്യൂബയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ചുവപ്പല്ലാതെ ഞാൻ ഇഷ്ടപ്പെടുന്ന നിറം നീലയാണ്, ആകാശ നീലിമ. അശോക് ബെറ്റി നെൽസൺ എന്നാണ് മകന് പേരിട്ടിരിക്കുന്നത്. അതെ. സാധാരണ അശോക് ബേബി എന്ന് വരേണ്ട സ്ഥലം നമ്മുടെ ഒരു കേരളീയ ആചാരം അനുസരിച്ച്, ഇന്ത്യൻ സിസ്റ്റം ഓഫ് നെയിമിങ് അനുസരിച്ച് അച്ഛൻ്റെ പേരാണ് കൂടെ ചേർന്നത്. അത് നമ്മുടെ ഒരു ദുർവാശിയായിരുന്നോ അതോ? അയ്യോ അല്ല, എന്തായിരുന്നു? ബേബി പറഞ്ഞു, അമ്മയാണല്ലോ, അതായത് ഞാനാണല്ലോ മോനെ ഗർഭം ധരിച്ച് പിന്നെ അത് കഴിഞ്ഞ് പ്രസവിച്ച് വേദനയൊക്കെ സഹിച്ച് പ്രസവിച്ചിട്ടുള്ളത്, അപ്പോൾ അമ്മയുടെ പേര് വേണം മോൻ്റെ കൂടെ ഇടാൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അശോക് ബെറ്റി എന്നുള്ളത് വന്നത്. ഈ പരിപാടിയിലൂടെ ഈ പേരിടുന്നതിനകത്തുള്ള വലിയൊരു അനൗചിത്യവും സംസ്കാരരാഹിത്യവും അമൃത ടി വിയുടെ പ്രേക്ഷകരെ അറിയിക്കണമെന്ന് എനിക്കുണ്ട്. അച്ഛൻ്റെ പേരാണ് എല്ലായിടത്തും. പെൺകുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ പേര് കൂടെ ഉണ്ടെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് ഭർത്താവിൻ്റെ പേര് കൂടെ കൊടുക്കും, അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് മാറ്റിയിട്ട് ഭർത്താവിൻ്റെ പേര് സ്വീകരിക്കും. എത്ര അസംബന്ധമാണിത്! ഓരോരുത്തർക്ക് അവരവർക്കിട്ട പേരെന്താണോ ആ പേരാണ് നിൽക്കേണ്ടത്. അതിൻ്റെ കൂടെ മാതാപിതാക്കന്മാരുടെ പേര് ചേർക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ജെൻഡർ ജസ്റ്റിസ്, ലിംഗപരമായ നീതി ഉണ്ടാവണം. അച്ഛൻ്റെയും അമ്മയുടെയും പേര് കൂടെ ചേർക്കണം. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പേര് മാറേണ്ടതുണ്ടെങ്കിൽ, മാറാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പേര് മാറാം. അപ്പോൾ ഭാര്യയുടെ പേരിൻ്റെ അവസാനം ഭർത്താവിൻ്റെ പേര് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഭർത്താവിൻ്റെ പേരിൻ്റെ അവസാനം ഭാര്യയുടെ പേരും കൂടെ കൂട്ടിച്ചേർക്കണം. അങ്ങനെയാണ്, എനിക്ക് അതൊരു തർക്കമില്ല. പിന്നെ ഇവിടെ തിരുവനന്തപുരത്തെ ചില ചടങ്ങുകൾ ഞാൻ കാണാറുണ്ട്. എന്താണതൊന്നും ആരും എതിർക്കാത്തതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മറ്റൊരു സമുദായത്തിൻ്റെ കാര്യമാണ്, പക്ഷെ എന്നാലും ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ച് പറയുകയാണ്, ആരെങ്കിലും ചിന്തിക്കാൻ വേണ്ടി. പുരുഷനിരിക്കും, സ്ത്രീ വന്നിട്ട് ഇരിക്കുന്ന പുരുഷന് നിന്നുകൊണ്ട് മാലയിടണം. കഴിഞ്ഞിട്ടില്ല. സ്ത്രീ ഇരിക്കുന്ന പുരുഷൻ്റെ അടുത്ത് നിന്നുകൊണ്ട് തല കുനിച്ചു കൊടുക്കണം. പുരുഷൻ ഇരുന്നു കൊണ്ട് നിന്ന് തല കുനിക്കുന്ന വധുവിൻ്റെ കഴുത്തിൽ മാലയിടുന്നൊരു സമ്പ്രദായം തിരുവനന്തപുരത്തുണ്ട്. ഇതൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് ആരും തയ്യാറാവുന്നില്ലല്ലോ. ഇപ്പം ഒരു പ്രത്യേക സമുദായത്തിലെ ഒരു പ്രത്യേക ആ സമുദായത്തിൽ തന്നെ എല്ലായിടത്തും ഇതില്ല. തിരുവനന്തപുരത്തും പരിസരത്തുമാണ് ഞാനിത് കാണാറുള്ളത്. ആരെങ്കിലും ഇത് ചൂണ്ടിക്കാണിക്കണം. നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിൻ്റെ കാര്യം നോക്കിയിട്ട്, എൻ്റെ സമുദായം മനുഷ്യ സമുദായമാണ്. ഈ സമുദായത്തിൽ ഓരോ ജാതിയുടെയും പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അപഹാസ്യതകൾ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് തിരുത്താൻ നമ്മൾ മുന്നോട്ട് വരണം. അതുകൊണ്ട് ഈ പേരിടുന്ന കാര്യത്തിൽ പ്രതീകാത്മകമായി സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് തിരുത്തേണ്ടതാണ്. സാറ് വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? യഥാർത്ഥത്തിൽ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം നമ്മുടെ നാട് തന്നെയാണ്, ഇന്ത്യയും കേരളവുമാണ്. പിന്നെ നാം ജീവിക്കുന്ന ലോകം വളരെ വൈവിധ്യപൂർണ്ണമാണ്. നമുക്കൊരു ജീവിതമാണുള്ളത്. ആ ജീവിതകാലത്ത് ഈ ലോകത്തിൻ്റെ പ്രകൃതി ഭംഗി, മനുഷ്യനിലെ വൈവിധ്യം, ജീവിത രീതികളിലെ വൈവിധ്യം,
നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഇടയിൽ അതിന് കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്. അതിന് കുറച്ച് സംഘടനാപരമായിട്ട് തന്നെ ചില യാത്രകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ വിയറ്റ്നാമിൽ പോയപ്പോൾ ഹോച്ചിമിൻ്റെ നേതൃത്വത്തിൽ ഭൂമി തുരന്ന് ഭൂമിക്കടിയിൽ ഗുഹകൾ ഉണ്ടാക്കി അവിടെ താമസിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ബോംബേറിൽ നിന്നും വിയറ്റ്നാമിലെ ജനങ്ങൾ സ്വയം രക്ഷിച്ചതും അമേരിക്കയെ ചെറുത്തു നിന്നതും. അത് കാണാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു, ഭൂമിക്കടിയിൽ ആശുപത്രി, ജീവിക്കാനുള്ള മറ്റ് സൗകര്യങ്ങൾ, ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കലാകാരന്മാർക്ക് അവരുടെ കലാവസ്തുക്കൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു സമാന്തര ജീവിതം, ഒരു സമാന്തര നാഗരികത അവർ ഭൂമിക്കടിയിൽ ഒരുക്കി. അത് വിയറ്റ്നാം സന്ദർശിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞു. ചൈനയിൽ പിന്നെ മാവോയുടെ നേതൃത്വം നടന്ന ലോങ് മാർച്ച്, അതിൻ്റെ സ്മരണകൾ ഉൾക്കൊള്ളുന്ന പ്രദർശനങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹോജിമിൻ്റെയും മാവോയുടെയും ലെനിൻ്റെയും ശരീരം അതുപോലെ സൂക്ഷിച്ചു വെക്കുന്നത് ലെനിൻ മുസോളിയത്തിലും മാവോ മുസോളിയത്തിലും ഹോജിമിൻ മുസോളിയത്തിലും പോയി കാണാൻ കഴിഞ്ഞത് അവിസ്മരണീയമായ അനുഭവമാണ്. സർ, എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, അതായത് അതർ സൈഡ് ഓഫ് ശ്രീ MA ബേബി നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ സാറിനെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ സാറിന് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയട്ടെ. ബലികുടീരങ്ങളെ 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 സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ ഹിമഗിരി മൂടികൾ കോടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി. ഹിമഗിരി മൂടികൾ കോടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി. യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലൂരിയറിഞ്ഞു. ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലൂരിയറിഞ്ഞു. ചുണ്ടികാതകരങ്ങളിൽ ഇപ്പോ ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു. ചുണ്ടിൽ ഗാതകരങ്ങളിൽ ഇപ്പോ ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു. ബലികുടീരങ്ങളെ